ഹൈലൈറ്റ് മാളിൽ പോകണം. പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു. പിന്നെ എപ്പം കാറിൽ കയറിയാൽ എനിക്ക് കേസ് പറ്റില്ല. പിന്നെ ആണെങ്കിൽ സൈഡ് സെറ്റ് നിർബന്ധമാണ്. അല്ലെങ്കിൽ പിന്നെ ഞാൻ പോയതിൽ യാതൊരു കാര്യമുണ്ടാവും. മഴ പെയ്യുന്നത് കേട്ടോ, പ്ലേ പെയ്യാണ്. ഞങ്ങൾക്ക് അക്കുടൂനെയും സിനുവിനെയൊക്കെ കൂട്ടാൻ പാടുണ്ട്. അപ്പം നമ്മൾ കൊടുവള്ളിക്ക് പോവാണ്. നമ്മൾ കാർ അങ്ങനെ ഫുള്ളായി ഗൈസ്. ഒന്നുകൂടി പാട്. ഷുഗർ മയം തിരക്കും എല്ലാം കൂടി ഒരുമിച്ചാണ് എന്താണെന്ന് ഭക്ഷണം അറിയാം. ഫുള്ള് തിരക്കാ ഗൈസ്. ഇവിടെ സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. മാളിൽ എന്ത് കയറാനോ? പാർക്കൊന്നുമില്ല. മാളിന്റെ ഉള്ളിൽ പാർക്കില്ല കേട്ടോ. കുഴപ്പമില്ലല്ലോ, പാർക്ക് വേണ്ടല്ലോ. സെറ്റ്. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിക്കുന്ന ശേഷം നമ്മൾ ഉള്ളിലെത്തുകയാണ്. എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യേണ്ടിയിരുന്നു. നടക്ക് ഇതിൽ എടുക്കണേ. അമ്പുകുമ്പു ഇനി എവിടെ പോവാ? പാർക്കിലോ? ഏത് പാർക്കില്? മാളുള്ളേ? ഞാനിനി കിൻഡർ ജോയ് വാങ്ങി തരൂല. ഞാനിവിടെ ഉമ്മ തന്നപ്പോ തൊടിച്ചാഞ്ഞതാരാ, അതുകൊണ്ട് ഇനി കിൻഡർ ജോയ് വാങ്ങി തരും. ഇവിടെ എന്തോ പ്രോഗ്രാം ഉണ്ട് തോന്നുന്നുണ്ട്. പബ്ബ് കച്ചറ ഉണ്ടാക്കുകയാണോ? വന്ന് തന്നെ പാർക്കിൽ പോകണമെന്ന് പറഞ്ഞിട്ടാണ്. പരിപാടി തുടങ്ങുമ്പോൾ ഇവിടെ എവിടെയും നമുക്ക് കുറച്ച് സ്ഥലം വാങ്ങണം. ബബ്ലു എന്താ പരിപാടി? എന്താ വണ്ടിയെ? ആടെയുള്ള ടെടിയൊക്കെ നല്ല രസമുണ്ട്. അടിച്ചോക്കെ ആനക്കുട്ടികൾ. കളിക്കുന്ന സ്ഥലങ്ങളാണ് നമ്മുടെ മെയിൻ സ്ഥലം. ഇവിടെ കുറച്ച് ഫോൺ കേസൊക്കെ കണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിയാലോ. നല്ല രസമുണ്ട്. ഞാൻ 16 ആണ് നോക്കുന്നത്. എനിക്കല്ലോ കേട്ടോ ഇതിലൊന്നും എടുത്ത് വാവളെ. ദീപാവലിൻ്റെ ലൈറ്റൊക്കെ ഉണ്ട്. നല്ല രസമുള്ള ദീപം കത്തുന്നത്. അതെ,
സാധനങ്ങളുണ്ട്. ഇവിടെ എന്തൊക്കെ ഉണ്ട് കാശ്മീരിൽ വേഗം ഇവിടെ സ്ഥലം പിടിക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ ആടെ നിന്നൊക്കെ ഇറങ്ങി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ തെണ്ടി തിഞ്ഞെടുത്തേക്കും പരിപാടി തുടങ്ങി. കോഴിക്കോടിന് ഏറ്റവും വലിയൊരു നമസ്കാരം. കാരണം കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഞാൻ മിമിക്രി പഠിക്കുന്ന കാലം തുടങ്ങി എനിക്കറിയാവുന്ന ഒരുപോലെ എല്ലാവരും പേരാണ്. എൻ്റെ പ്രൊഡ്യൂസറും അദ്ദേഹമാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നാസുറത്തേക്കും എല്ലാവരും സൗത്തിനും ഒക്കെ കാര്യമായിട്ട് വന്നിട്ട് കുറച്ച് ലാക്മിൻ്റെ പ്രൊഡക്റ്റൊക്കെ നോക്കാം. നമ്മളെ ലിപ്സ്റ്റിക് ഒക്കെ തീർന്ന് നിൽക്കുക. അപ്പോൾ ഇവിടെ ഏതെങ്കിലും നല്ല ഷെയ്ഡ് ഇട്ടോ നോക്കട്ടെ. തള്ളിട്ടോ അപ്പോൾ നമുക്ക് ഇത് രണ്ടെണ്ണം കട്ടെടുക്കാം. പഴം പിന്നെ നമുക്ക് എടുത്താൽ കൊണ്ടാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് എടുക്കണം. പിന്നെ വത്തക്കൊക്കെ ഉള്ളതൊക്കെ തലയിൽ ചൂണ്ടി വന്ന എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു സെക്ഷനാണ്. മധുരം വലിയ ഇഷ്ടമല്ല, ഇതൊക്കെ കാണുമ്പോഴുള്ളൊരു ഇഷ്ടമുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ. വാവ്, എന്ത് രസാലയൊക്കെ കാണാൻ. നമ്മൾ നെസ്റ്റോന്ന് ഇപ്പം എന്തൊക്കെ വാങ്ങി തട്ടിപ്പറിച്ചു നമ്മൾ സ്ഥലമിടുകയാണ്. നല്ല പെരുമഴയാണ്, ബ്ലോക്കാണ് ഇതിൻ്റെ ഉള്ളിൽ. എങ്ങനെ നമ്മൾ രക്ഷപ്പെടാറില്ല. നമ്മളങ്ങനെ ബ്ലോക്കിൽ നിന്ന് എങ്ങനെയൊക്കെ കഴിച്ചിലായി. ഷവായി സ്പോട്ടിൽ നിർത്തിയാണ് ഫുഡ് കഴിച്ചിട്ട് പോകാൻ വിചാരിച്ചത്. ഓരോരുത്തരായിട്ട് കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഉറങ്ങി എല്ലാവരും വിൽക്കുകയാണ് കേട്ടോ.
റൈസിനെ കൊണ്ട് വിശപ്പെടുക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മളെന്തെങ്കിലുമൊക്കെ പെറുക്കി തിന്നോണ്ടിരിക്കുക ഫുഡ് വരുന്നവരെ. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിക്കുന്ന ശേഷം എൻ്റെ ഫുഡ് വന്നു. അപ്പം ഇനി വീഡിയോ അല്ല, ഞാൻ തിന്നട്ടെ. ബൈ. എന്തൊക്കെ പറഞ്ഞാൽ ഈ ഫുഡ് കഴിക്കുമ്പോഴും കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ, അതൊരു വേറൊരു സുഖം തന്നെ കേട്ടോ.